ദൈവനാമത്തിന് മഹത്വം. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും എൻ്റെ സ്നേഹവന്ദനം. വെളിപ്പാട് പുസ്തകത്തിൻ്റെ 15-16 അധ്യായങ്ങൾ ഉൾക്കൊള്ളുന്ന 7 ക്രോധകലശങ്ങൾ എന്ന 5-ാം ഭാഗത്തേക്ക് നാം പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ 4 ഭാഗങ്ങളിലും സഭാ കാലയളവിലെ അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ 1-ാം വരവ് മുതൽ 2-ാം വരവ് വരെയുള്ള കാലത്തെ സംഭവങ്ങളുടെ വ്യത്യസ്ത വിവരണങ്ങൾ നാം കണ്ടു. ഓരോ ഭാഗവും അവസാനിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ 2-ാം വരവോടെയും ലോകാവസാനത്തോടെയുമാണെന്ന് നാം മനസ്സിലാക്കി. ഈ 5-ാം ഭാഗവും അതിൽ നിന്നും വ്യത്യസ്തമല്ല. പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. 1-ാം വാക്യം: ഞാൻ വലുതും അത്ഭുതവുമായ മറ്റൊരടയാളം സ്വർഗത്തിൽ കണ്ടു. ഉടകത്തെ 7 ബാധയുമുള്ള 7 ദൂതന്മാരെ തന്നെ. അതോടുകൂടെ ദൈവക്രോധം തീർന്നു. വെളിപ്പാട് പുസ്തകത്തിൻ്റെ 4-ാം ഭാഗം ആരംഭിക്കുന്നത് അപ്പോസ്തലനായ യോഹന്നാൻ വലിയൊരു അടയാളം സ്വർഗത്തിൽ കണ്ടുകൊണ്ടാണെന്ന് നാം മനസ്സിലാക്കി. ഒരു അത്ഭുത കാഴ്ച. ആ ദർശനം ഒരിക്കൽ കൂടി ഞാൻ വായിക്കാം. വെളിപ്പാട് 12-ന്റെ 1-ാം വാക്യം: സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ, അവളുടെ കാൽക്കീഴ് ചന്ദ്രനും അവളുടെ തലയിൽ 12 നക്ഷത്രം കൊണ്ടുള്ള കിരീടവും ഉണ്ടായിരുന്നു. ഈ ദർശനം കണ്ട ഉടനെ അപ്പോസ്തലൻ മറ്റൊരു ദർശനവും കാണുകയാണ്. വെളിപ്പാട് 12-ന്റെ 3-ാം വാക്യത്തിൽ: 7 തലയും 10 കൊമ്പും തലയിൽ 7 രാജ്യമുടിയുമായി തീ നിറമുള്ളൊരു മഹാസർപ്പം. ഇപ്പോൾ ഇവിടെ അപ്പോസ്തലൻ വലുതും അത്ഭുതവുമായ മറ്റൊരു അടയാളം കാണുകയാണ്. ഉടക്കത്തെ 7 ബാധയുമുള്ള 7 ദൂതന്മാരെയാണ് അപ്പോസ്തലൻ കാണുന്നത്. ആ 7 ബാധകൾ കൊണ്ട് ദൈവക്രോധം തീരുന്നു. കാഹളങ്ങളെക്കുറിച്ച് നാം പഠിച്ചപ്പോൾ ദൈവം കാലാകാലങ്ങളിൽ ന്യായവിധി അയച്ചുകൊണ്ട് അന്ത്യ ന്യായവിധിയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും മനുഷ്യന് മാനസാന്തരപ്പെടാനുള്ള അവസരം കൊടുക്കുകയും ആണ് ചെയ്യുന്നതെന്ന് നമ്മൾ കണ്ടു. എന്നാൽ അതുകൊണ്ട് മാനസാന്തരപ്പെടാത്തവരുടെ മേൽ ദൈവം തൻ്റെ ക്രോധം ചൊരിഞ്ഞ് ഇനി ഒരു മാനസാന്തരത്തിനിടയില്ലാതെ അവരെ നശിപ്പിച്ച് കളയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഒടുക്കത്തെ ബാധ എന്ന് പറഞ്ഞിരിക്കുന്നത്. 2-ാം വാക്യം: തീ കലർന്ന പളുങ്കുകടൽ പോലെ ഒന്നും മൃഗത്തോടും അതിൻ്റെ പ്രതിമയോടും പേരിൻ്റെ സംഖ്യയോടും ജയിച്ചവർ ദൈവത്തിൻ്റെ വീണകൾ പിടിച്ചുകൊണ്ട് പളുങ്കുകടലിനരികെ നിൽക്കുന്നതും ഞാൻ കണ്ടു. 7 ബാധകളുള്ള 7 ദൂതന്മാരെ കണ്ട ഉടനെ തന്നെ മറ്റൊരു കാഴ്ചയും അപ്പോസ്തലൻ കണ്ടു. തീ കലർന്ന പളുങ്കുകടൽ പോലെ ഒന്നും അതിനരികിൽ ദൈവത്തിൻ്റെ വീണകൾ പിടിച്ചുകൊണ്ട് കുറേ മനുഷ്യർ നിൽക്കുന്നു. വീണകൾ പിടിച്ചു നിൽക്കുന്നതിൽ നിന്നും അവർ പാട്ടുപാടുന്നവരാണെന്നോ പാട്ടുപാടാൻ ഒരുങ്ങി നിൽക്കുകയാണെന്നോ ഒക്കെ നമുക്ക് മനസ്സിലാക്കാം. അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവർ മൃഗത്തോടും അതിൻ്റെ പ്രതിമയോടും പേരിൻ്റെ സംഖ്യയോടും ജയിച്ചവർ ആണെന്നാണ്. എന്ന് പറഞ്ഞാൽ അവർ മൃഗത്തെയോ അതിൻ്റെ പ്രതിമയെയോ നമസ്കരിച്ച് അവൻ്റെ പേരോ പേരിൻ്റെ സംഖ്യയോ ആയ മുദ്രയേൽക്കാതെ രക്തസാക്ഷികൾ ആയവരാണെന്ന്. അവർ വിശ്വസ്തയോടെ അവരുടെ കർത്താവിന് വേണ്ടി നിന്നു. അവരുടെ പ്രാണനെ അവർ സ്നേഹിച്ചില്ല, മരണത്തെ അവർ ഭയപ്പെട്ടില്ല. അങ്ങനെ അവർ മൃഗത്തോടും അവൻ്റെ പ്രതിമയോടും അവൻ്റെ മുദ്രയോടും ജയിച്ചു. ബാക്കിയുള്ളവരെല്ലാം പരാജിതരാണ്. തങ്ങൾക്കുള്ളതെല്ലാം മൃഗത്തിൻ്റെ മുമ്പിൽ അടയാളം വെച്ചവർ. വീണാധാരികളായ ആ ജൈവീരന്മാർ നിൽക്കുന്നത് തീ കലർന്ന പളുങ്കുകടലിനരികെയാണ്. 4-ാം അധ്യായം 6-ാം വാക്യം നാം പഠിച്ചപ്പോൾ സ്വർഗത്തിലെ സിംഹാസനത്തിന് മുമ്പിൽ ഒരു കടലുള്ളതായി നാം കണ്ടു. പളുങ്കിനൊത്ത കണ്ണാടിക്കടൽ. പളുങ്കുകടൽ തീ കലർന്നതുപോലെ കാണപ്പെടുവാൻ കാരണം എന്താണെന്ന് 5ഉം 6ഉം വാക്യങ്ങൾ ഒന്നിച്ചു വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. വെളിപ്പാട് 4-ന്റെ 5ഉം 6ഉം വാക്യങ്ങൾ: സിംഹാസനത്തിൽ നിന്ന് മിന്നലും നാദവും ഇടിമുഴക്കവും പുറപ്പെടുന്നു. ദൈവത്തിൻ്റെ 7 ആത്മാക്കളായ 7 ദീപങ്ങൾ സിംഹാസനത്തിൻ്റെ മുമ്പിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. സിംഹാസനത്തിൻ്റെ മുമ്പിൽ പളുങ്കിനൊത്ത കണ്ണാടിക്കടൽ. സിംഹാസനത്തിൻ്റെ നടുവിലും സിംഹാസനത്തിന് ചുറ്റിലും 4 ജീവികൾ. അവയ്ക്ക് മുമ്പുറവും പിമ്പുറവും കണ്ണ് നിറഞ്ഞിരിക്കുന്നു.
സിംഹാസനത്തിന് മുമ്പിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ 7 ആത്മാക്കളായ 7 ദീപങ്ങൾ പളുങ്കുകടലിൽ പ്രതിഫലിക്കുന്ന കാഴ്ചയാകാം തീ കലർന്ന പളുങ്കുകടൽ പോലെ അപ്പസ്തലൻ കണ്ടത്. ഇത് പ്രതീകാത്മകമായി മനസ്സിലാക്കേണ്ടതാണ്. 3ഉം 4ഉം വാക്യങ്ങൾ. അവർ ദൈവത്തിന്റെ ദാസനായ മോശയുടെ പാട്ടും കുഞ്ഞാടിന്റെ പാട്ടും പാടി ചൊല്ലിയത്: സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, നിന്റെ പ്രവൃത്തികൾ വലുതും അത്ഭുതവുമായവ. സർവ്വജാതികളുടെയും രാജാവേ, നിന്റെ വഴികൾ നീതിയും സത്യവുമുള്ളവ. കർത്താവേ, ആർ നിന്റെ നാമത്തെ ഭയപ്പെടാതെയും മഹത്വപ്പെടുത്താതെയും ഇരിക്കും. നീയല്ലോ ഏകപരിശുദ്ധൻ. നിന്റെ ന്യായവിധികൾ വെളിങ്ങി വന്നതിനാൽ സകല ജാതികളും വന്ന് തിരുസന്നിധിയിൽ നമസ്കരിക്കും. അവർ വീണാനാഥത്തോടെ പാട്ടുപാടി സർവശക്തനായ ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുകയാണ്. 7-ാം അധ്യായത്തിനും 14-ാം അധ്യായത്തിനും ഇതിന് സമാനമായ ദർശനങ്ങൾ അപ്പസ്തലൻ കണ്ടതായി നാം പഠിച്ചു. 7-ാം അധ്യായത്തിലെ വാക്യങ്ങൾ ഞാൻ വായിക്കാം. 7-ാം അധ്യായം 9ഉം 10ഉം വാക്യങ്ങൾ. ഇതിന്റെ ശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിൽ നിന്നുള്ളതായി ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം വെള്ള നിലയങ്കി ധരിച്ച് കയ്യിൽ കുർത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുമ്പാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനമെന്ന് അവർ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു. ഈ സമൂഹവും പളുങ്കുകടൽ തീർത്ത് ദൈവത്തിൻ്റെ വീണയും കയ്യിൽ പിടിച്ച് നിൽക്കുന്നതായി അപ്പസ്തലൻ കണ്ട സമൂഹവും ഒന്ന് തന്നെയല്ല. അവർ മൃഗത്തോടും അതിൻ്റെ പ്രതിമയോടും പേരിൻ്റെ സംഖ്യയോടും ജയിച്ചവരാണ്. മൃഗവും അവൻ്റെ അനുയായികളും കൊന്നുകളഞ്ഞ വിശുദ്ധന്മാരായ രക്തസാക്ഷികൾ. അവർ മാത്രം അടങ്ങുന്ന സമൂഹത്തെ വേർതിരിച്ച് ഇവിടെ കാണിച്ചിരിക്കുകയാണ്. 7-ാം അധ്യായത്തിലേത് ഭൂമിയിൽ നിന്നും കുഞ്ഞാടിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട മഹാപുരുഷാരം ദൈവസന്നിധിയിൽ ആനന്ദിച്ച് ആഹ്ലാദിക്കുന്ന രംഗമാണ്. മൃഗത്തെയോ പ്രതിമയെയോ നമസ്കരിക്കണമെന്ന സ്ഥിതിവിശേഷം സഭാകാലത്തുടനീളം കാണുന്നില്ല. യോഹന്നാന്റെ കാലത്തുണ്ടായിരുന്നു. ഇനി അധർമ്മമൂർത്തിയുടെ കാലത്ത് ലോകത്തെമ്പാടും നിലവിൽ വരുമെന്നും നമുക്കറിയാം. ഈ വിധം ദൈവമക്കൾ പീഡിപ്പിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്യുമ്പോൾ അവയൊക്കെ സധൈര്യം നേരിടുവാനും ദൈവത്തോടും ക്രിസ്തുവിനോടും വിശ്വസ്തരായിരുന്ന് മരിക്കേണ്ടി വന്നാലും മൃഗത്തെയോ അവൻ്റെ പ്രതിമയെയോ നമസ്കരിച്ച് അവൻ്റെ മുദ്രയേൽക്കാതെ ഭൂമിയിൽ ജീവിക്കുന്ന വിശുദ്ധന്മാർക്ക് പ്രത്യാശ നൽകുവാൻ ഈ ദർശനം ഇവർ നൽകിയിരിക്കുകയാണ്. അവർ പളുങ്കുകടൽ തീരത്തു നിന്ന് ദൈവത്തെ പാടി സ്തുതിക്കുകയാണെന്ന് നമ്മൾ കണ്ടു. അവർ ദൈവത്തിൻ്റെ ദാസനായ മോശയുടെ പാട്ടും കുഞ്ഞാടിൻ്റെ പാട്ടുമാണ് പാടുന്നത്. ജയം പ്രാപിച്ച ഇവർ പളുങ്കുകടൽ തീരത്ത് നിന്ന് പാടുന്ന ഈ ചിത്രം ഫറവോനിൽ നിന്നും വിടുവിക്കപ്പെട്ട് ജയം പ്രാപിച്ച ഇസ്രായേൽ മക്കൾ ചെങ്കടൽക്കരയിൽ പാടിയ സംഭവത്തെ ഓർമ്മിപ്പിക്കുന്നു. ഫറവോൻ തൻ്റെ സകല രഥങ്ങളും സൈന്യങ്ങളുമായി ഇസ്രായേൽ ജനത്തിനെതിരെ വന്നെങ്കിലും ദൈവം അവരെ പൂർണ്ണമായും നശിപ്പിച്ചു കളഞ്ഞു. അപ്പോൾ അവർ സന്തോഷാധിക്യത്താൽ പാടിയ പാട്ടാണ് പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 1 മുതൽ 19 വരെ കാണുന്നത്. അതാണ് മോശയുടെ പാട്ടെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പുറപ്പാട് 15-ന്റെ 1 മുതൽ 5 വരെ ഞാൻ വായിക്കാം. മോശയും ഇസ്രായേൽ മക്കളും അന്ന് യഹോവയ്ക്ക് സങ്കീർത്തനം പാടി ചൊല്ലിയതെന്തെന്നാൽ: ഞാൻ യഹോവയ്ക്ക് പാട്ടുപാടും, അവൻ മഹോന്നതൻ. കുതിരയെയും അതിന്മേലിരുന്നവനെയും അവൻ കടലിൽ തള്ളിയിട്ടിരിക്കുന്നു. എൻ്റെ ബലവും എൻ്റെ ഗീതവും യഹോവയത്രേ. അവൻ എനിക്ക് രക്ഷയായി തീർന്നു. അവൻ എൻ്റെ ദൈവം, ഞാൻ അവനെ സ്തുതിക്കും. അവൻ എൻ്റെ പിതാവിൻ ദൈവം, ഞാൻ അവനെ പുകഴ്ത്തും. യഹോവ യുദ്ധവീരൻ, യഹോവ എന്ന് അവൻ്റെ നാമം. ഫറവോന്റെ രഥങ്ങളെയും സൈന്യത്തെയും അവൻ കടലിൽ തള്ളിയിട്ടു. അവൻ്റെ രതിപ്രഭന്മാർ ചെങ്കടലിൽ മുങ്ങിപ്പോയി. ആഴി അവരെ മൂടി. അവർ കല്ലുപോലെ ആഴത്തിൽ താണു. മോശയുടെ ഈ പാട്ട് ഇവർ പാടാൻ കാരണം മൃഗത്തോടും അതിൻ്റെ പ്രതിമയോടും അവൻ്റെ സംഖ്യയോടും ജയിച്ച പഴയ നിയമ വിശുദ്ധന്മാരും ഇവരുടെ കൂടെ ഉള്ളതുകൊണ്ടാകാം. മോശയുടെ പാട്ട് മാത്രമല്ല, കുഞ്ഞാടിൻ്റെ പാട്ടും അവർ പാടി. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 9-10 വാക്യങ്ങളിൽ കുഞ്ഞാടിൻ്റെ പാട്ട് നമുക്ക് കാണാം. വെളിപ്പാട് 5-ന്റെ 9-10 വാക്യങ്ങൾ. പുസ്തകം വാങ്ങുവാനും
അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അർക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു. ഈ രണ്ട് പാട്ടുകളും ചേർത്ത് അവൾ പാടുന്നത് ഇപ്രകാരമാണ്: സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, നിന്റെ പ്രവൃത്തികൾ വലുതും അത്ഭുതവുമായവ. സർവ്വജാതികളുടെയും രാജാവേ, നിന്റെ വഴികൾ നീതിയും സത്യവുമുള്ളവ. കർത്താവേ, ആർ നിന്റെ നാമത്തെ ഭയപ്പെടാതെയും മഹത്വപ്പെടുത്താതെയും ഇരിക്കും. നീയല്ലോ ഏകപരിശുദ്ധൻ. നിന്റെ ന്യായവിധികൾ വിളങ്ങി വന്നതിനാൽ സകല ജാതികളും വന്ന് തിരുസന്നിധിയിൽ നമസ്കരിക്കും. തങ്ങൾ ജയം പ്രാപിക്കുവാൻ കാരണക്കാരനായ സർവശക്തനായ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിയാണവർ. നീയല്ലോ ഏകപരിശുദ്ധൻ. നിന്റെ ന്യായവിധികൾ വിളങ്ങി വന്നതിനാൽ സകല ജാതികളും വന്ന് തിരുസന്നിധിയിൽ നമസ്കരിക്കും. അവരുടെ പാട്ടിലെ ഈ വരികൾ ഭാവികാല രൂപത്തിലാണ് പാടുന്നത്. സകല ജാതികളും വന്ന് തിരുസന്നിധിയിൽ നമസ്കരിക്കും. ഇത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവിന് ശേഷം നടക്കുവാൻ പോകുന്ന കാര്യമാണല്ലോ. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് ക്രിസ്തുവിന്റെ മടങ്ങിവരവിന് മുമ്പ് ദൈവത്തിന്റെ ന്യായവിധികൾ ഭൂമിയിൽ വിളങ്ങി വരുന്ന സമയത്ത് പാടുന്ന പാട്ടാണ് ഇതെന്നാണ്. കാഹളങ്ങൾ ഊതുന്നതും ക്രോധകലശങ്ങൾ ഒഴിക്കപ്പെടുന്നതുമാണ് ഈ ന്യായവിധികൾ എന്ന് നമുക്കറിയാം. കാഹളങ്ങൾ നാം പഠിച്ചു കഴിഞ്ഞു. ക്രോധകലശങ്ങൾ അടുത്ത അധ്യായത്തിൽ നമുക്ക് പഠിക്കാം. 5-ാം വാക്യം: ഇതിന്റെ ശേഷം സ്വർഗത്തിലെ സാക്ഷ്യകൂടാരമായ ദേവാലയം തുറന്നത് ഞാൻ കണ്ടു. ഇതിന്റെ ശേഷം മൃഗത്തോടും അവന്റെ പ്രതിമയോടും അവന്റെ പേരിന്റെ മുദ്രയോടും ജയിച്ച രക്തസാക്ഷികളായ വിശുദ്ധന്മാർ പളുങ്കുകടൽ തീരത്ത് നിന്ന് മോശയുടെ പാട്ടും കുഞ്ഞാടിന്റെ പാട്ടും പാടി ദൈവത്തെ സ്തുതിക്കുന്ന ദർശനം കണ്ടതിന് ശേഷം സ്വർഗത്തിലെ സാക്ഷ്യകൂടാരമായ ദേവാലയം, ഈ ദേവാലയം ദൈവസിംഹാസനം ഇരിക്കുന്ന ആലയമാണെന്ന് നേരത്തെ നാം മനസ്സിലാക്കിയതാണ്. സ്വർഗത്തിലെ ഈ ദേവാലയം തുറന്നത് അപ്പോസ്തലൻ കാണുകയാണ്. 6-7 വാക്യങ്ങൾ: 7 ബാധയുള്ള 7 ദൂതന്മാരും ശുദ്ധവും ശുഭ്രവുമായുള്ള ക്ഷണവസ്ത്രം ധരിച്ച് മാറത്ത് പൊൻകച്ച കിട്ടിയും കൊണ്ട് ദേവാലയത്തിൽ നിന്നും പുറപ്പെട്ടു വന്നു. അപ്പോൾ 4 ജീവികളിൽ ഒന്ന് എന്നേക്കും ജീവിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ക്രോധം നിറഞ്ഞ 7 പൊൻകലശം ആ 7 ദൂതന്മാർക്കും കൊടുത്തു. ദേവാലയം തുറന്ന ഉടനെ 7 ബാധയുള്ള 7 ദൂതന്മാരും ആലയത്തിൽ നിന്നും പുറപ്പെട്ടു വന്നു. അവരുടെ ശുദ്ധവും ശുഭ്രവുമായ വേഷം നീതിയെയും വിശുദ്ധിയെയും കാണിക്കുന്നതാണ്. ന്യായവിധിയുടെ ക്രോധകലശങ്ങൾ ഭൂമിയിൽ പകർന്ന് ദൈവത്തിന്റെ നീതി നടപ്പാക്കാൻ ദൈവത്താൽ അധികാരപ്പെടുത്തപ്പെട്ടവരാണ് അവർ എന്ന് അവരുടെ മാർത്ത് കിട്ടിയിരിക്കുന്ന പൊൻകച്ച സൂചിപ്പിക്കുന്നു. 4 ജീവികൾ, ഇവ കെരൂബുകളാണെന്നും ദൈവത്തിനു വേണ്ടി കാര്യനിർവഹണത്തിൽ നേതൃത്വം നൽകുന്നുവെന്നും 4-ാം അധ്യായം പഠിച്ചപ്പോൾ നാം കണ്ടു. ഇവയിലൊന്ന് നിത്യദൈവത്തിന്റെ ക്രോധം നിറഞ്ഞ 7 പൊൻകലശം ആ 7 ദൂതന്മാർക്കും കൊടുത്തു. 8-ാം വാക്യം: ദൈവത്തിന്റെ തേജസ്സും ശക്തിയും ഹേതുവായിട്ട് ദേവാലയം പുക കൊണ്ട് നിറഞ്ഞു. 7 ദൂതന്മാരുടെ ബാധ 7 കഴിയുവോളും ദേവാലയത്തിൽ കടപ്പാൻ ആർക്കും കഴിഞ്ഞില്ല. ദൈവക്രോധം ചൊരിയപ്പെടുന്ന സമയത്തോടും ദൈവത്തിന്റെ തേജസ്സും ശക്തിയും ഹേതുവായിട്ട് ദേവാലയം പുക കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് അപ്പോസ്തലൻ കണ്ടു. ബാധ 7 കഴിയുവോളും 7 ദൂതന്മാരും തങ്ങളുടെ കലശം 7 ഭൂമിയിൽ ചൊരിഞ്ഞു കഴിയുവോളും ദേവാലയത്തിൽ കടപ്പാൻ ആർക്കും കഴിഞ്ഞില്ല. വെളിപ്പാട് പുസ്തകത്തിന്റെ 15-ാം അധ്യായം ഇവിടെ പൂർത്തിയാകുകയാണ്. ദൈവഹിതമായാൽ അടുത്ത ക്ലാസ്സിൽ 16-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ ക്രോധകലശങ്ങൾ ഭൂമിയിൽ ചൊരിയപ്പെടുന്നത് നമുക്ക് പഠിക്കാം. എന്നെ ശ്രവിച്ച എല്ലാവർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.